ഞാനും അതിൽ ഒപ്പിട്ടിട്ട് ഉണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം എനിക്ക് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ കണക്ക് കള്ളക്കണക്കാണെന്നും ഇത് ഒരു ഇലക്ഷൻ ജിമിക്സ് ആണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിനകത്ത് ഒപ്പിട്ടത്. അപ്പോൾ അതിലേക്ക് എന്നെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഈ ഒരു പട്ടിക ഇവർ കണ്ടെത്തുന്നത്? അതിദരിദ്രരെ, അതായത് 2021 ഇതിനുള്ള ഇത് തുടങ്ങുന്നത്. അതായത് ഈ അതിദരിദ്രരെ ഇല്ലാതെയാക്കി അതിദരിദ്ര രഹിത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന തീരുമാനം എടുക്കും. ആ തീരുമാനത്തിൻ്റെ പുറകിൽ തന്നെ ഒരു അജണ്ടയുണ്ടായിരുന്നു. അത് കേരള ഗവൺമെൻറ്റിൻ്റെ അജണ്ട ആയിരുന്നില്ല. അതായത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞ് UN 21ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ കൊണ്ടുവന്ന 17 ലക്ഷ്യങ്ങൾ. ആ 17 ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് പോവർട്ടി ഇറാഡിക്കേഷൻ, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതുപോലെ അപ്പോൾ അതിനോട് ചേർന്ന് ദാരിദ്ര്യം ഇല്ലാതെയാക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭക്ഷണം, വസ്ത്രം, അതുപോലെ വീട്, ജോലി, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ 2025 ആയത് കാരണം കേന്ദ്ര ഗവൺമെൻറ് ഓൾ ഇന്ത്യ തലത്തിൽ പഠനം നടത്താൻ നീതി ആയോഗ് തീരുമാനിക്കുന്നു. അങ്ങനെ നടത്തിയ പഠനത്തിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയത് 0.71% കേരളത്തിൽ അതിദരിദ്രർ ഉള്ളൂ എന്നായിരുന്നു. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടിട്ടാണ് ഈ സംസ്ഥാന പിണറായി വിജയൻ ഗവൺമെൻറ് 2021 ഇങ്ങനെ ഈ അതിദരിദ്രരെ ഇല്ലാതെയാക്കി അതിദരിദ്ര മുക്ത കേരളം എന്ന ഒരാശയം മുന്നോട്ട് വയ്ക്കാനായിട്ട് ഒരു പ്രഖ്യാപനം എടുക്കാനായിട്ട് തീരുമാനിച്ചത്. അതിനുവേണ്ടി എന്ത് ചെയ്തു, എങ്ങനെയാണ് അതിൻ്റെ പദ്ധതി നടപ്പാക്കിയത്? അവർ പറയുന്ന LDFൻ്റെ വക്താക്കളൊക്കെ വളരെ വലിയ ന്യായവാദങ്ങളുമായിട്ടാണ് വരുന്നത്. പക്ഷെ ന്യായവാദങ്ങളുമായിട്ട് വരുമ്പോൾ നാം കാണുന്നത് എന്താണ്? ഉദാഹരണത്തിന് ഇവിടുത്തെ ആദിവാസികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ആദിവാസികളുടെ വക്താവ് ഗോത്ര മഹാസഭയുടെ തലപ്പത്തിരിക്കുന്ന ഗീതാനന്ദൻ പറയുന്നത് എന്താണ്? ഗീതാനന്ദൻ പറയുന്നു, വയനാട് ജില്ലയിലെ ആദിവാസികളെയോ കേരളത്തിലെ ആദിവാസികളെ ഈ സർവേയിൽ ഉൾപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. കാരണം ആദിവാസി എന്ന് പറഞ്ഞാൽ ഈ ഒരു 5 ലക്ഷത്തോളം വരുന്ന പോപ്പുലേഷനാണ് ആദിവാസികളുടെ. ഈ 5 ലക്ഷത്തോളം വരുന്ന പോപ്പുലേഷൻ്റെ ഊരുകളിൽ ഇപ്പം നമ്മൾ അവർക്ക് ഉന്നതി എന്ന് പേരിട്ടിട്ടുണ്ട് ഊരിന്. പക്ഷേ അവ ഇപ്പോഴും ഊരുകളായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസ രാഹിത്യവും ഒക്കെ ആയിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ, രോഗവുമായിട്ടും ഒക്കെ. അപ്പോൾ ഇവരെ കണ്ടെത്താൻ വേണ്ടി ഇവരുടെ ഊരുകളിലൊന്നും സർവേ നടത്തിയിട്ടില്ല എന്നാണ് ഗോത്ര മഹാസഭയുടെ നായകനായ ഈ ആള് പറയുന്നത്. അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആദിവാസികൾ കേരളത്തിലുള്ളത് വയനാട് ജില്ലയിലാണ്. അത് മീഡിയ വണ്ണിന് നന്നായിട്ട് അറിയാം. ആ വയനാട് ജില്ലയിലെ, അതായത് വയനാട് ജില്ലയുടെ പോപ്പുലേഷൻ്റെ 33% ആദിവാസികളാണ്. കേരളത്തിലെ ആദിവാസികളിൽ 42% വയനാട് ജില്ലയിലാണ്. അവിടെ നിന്ന് മിസ്റ്റർ മണികണ്ഠൻ, ഒരു ആദിവാസി ശ്രേഷ്ഠൻ, അദ്ദേഹം വിദ്യാസമ്പന്നനും ഇങ്ങനെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി, ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയിൽ തന്നെ പറഞ്ഞത് എത്രയാണ് അവരുടെ ഒറ്റ ഊരിലും ഇങ്ങനെ ഒരു സർവേ നടത്തിയതായിട്ട് അറിഞ്ഞുകൂടാ. മിനിങ്ങാന്ന് ഒരു കിറ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഊരിൽ ചെന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട ഒരു കഥയുണ്ട്, തിരുനെല്ലി. അത് വടക്കേ വയനാട്ടിലെ ഒരു ആദിവാസി പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, ഒരു പുണ്യ സ്ഥലവും കൂടിയാണ്. ആ തിരുനെല്ലിയിൽ തന്നെ അതായത് ഒരു ട്രൈബൽ സ്കൂള്, ആ ട്രൈബൽ സ്കൂളിൽ 127 പെൺകുട്ടികൾ 3 മുറികളിലായിട്ട് താമസിക്കുന്നു. ട്രൈബൽ സ്കൂളിലെ പെൺകുട്ടികൾ 127 പേര് 3 മുറികളിലായിട്ട് താമസിക്കുന്നു. ഒറ്റ ശൗചാലയം പങ്കിടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് തരം ക്ഷേമ പ്രവർത്തനമാണ് അവിടെ നടന്നത്.